എമ്പുരാൻ വിവാദത്തിൽ സെൻസർ ബോർഡിനെതിരെ ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ വിമർശനം. സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് വീഴ്ച പറ്റിയതായി യോഗത്തിൽ വിമർശനമുയരുന്നു. സംഘാടന തലത്തിൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ തീരുമാനിക്കാനാകാതെയാണ് കോർ കമ്മിറ്റി യോഗം പിരിഞ്ഞത്. ഗോദ്ര കലാപത്തിലെ സംഘപരിവാറിന്റെ പങ്ക് ഓർമ്മപ്പെടുത്തുന്ന എമ്പുരാൻ സിനിമയിലെ ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചിത്രത്തിനെതിരെ സംഘപരിവാർ അനുകൂല സംഘടനകൾ വലിയ തോതിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നത്. ഇതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിനെതിരെ ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നത്. സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് ജാഗ്രത കുറവുണ്ടായതായി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇവർക്കെതിരെ സംഘടനാ തലത്തിൽ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം RSS നോമിനികളെ അനുകൂലിച്ചും ചില നേതാക്കൾ രംഗത്തെത്തി. എമ്പുരാൻ സിനിമയെ പിന്തുണച്ചുകൊണ്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും ചിലർ വിമർശനമുന്നയിച്ചു. അതേസമയം സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ തീരുമാനിക്കാൻ ചേർന്ന കോർ കമ്മിറ്റി യോഗം സമവായത്തിലെത്താതെയാണ് പിരിഞ്ഞത്. ആരെ കൂടെ നിർത്തണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് സൂചന. പ്രസിഡന്റിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ തിരക്കുപിടിച്ച നീക്കത്തിലാണ് ചില നേതാക്കൾ. യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല. MT രമേശും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇരിക്കെ ജൂനിയറായ P. സുധീറിനെയാണ് വാർത്താസമ്മേളനം നടത്താൻ ചുമതലപ്പെടുത്തിയത്. അതിനുള്ള വിശദീകരണം ഇങ്ങനെ: പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. ഇതിപ്പോ ഇന്ന് പറയാനായിട്ട് ഞങ്ങളെ ചുമതലപ്പെടുത്തി. എത്രയോ ശൈലിയിൽ ഓരോ ദിവസത്തെ പ്രവർത്തനമല്ലേ. ശരി, ഇതൊക്കെയാണ് പാർട്ടി ഒരു ടീം വർക്കാണ്. എല്ലാവരും ഇതിനിടെ രാജീവ് ചന്ദ്രശേഖർ ഓഫീസിലിരിക്കെ സംസ്ഥാന കാര്യാലയത്തിലുണ്ടായ തമ്മിൽ തല്ല് നേതാക്കൾ നിഷേധിച്ചു. എന്നാൽ പരാതിയുടെ പകർപ്പ് സഹിതമായിരുന്നു കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.